അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് അതിലെ 14ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിലെ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നോക്കൂ, തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നെക്റഉ വനഫ്ഹം വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. തവാലോൻ വിനയം, സാഹിർ ഒരു സ്വഹാബി, കിബർ അഹങ്കാരം, നഗലുൻ ചെരിപ്പ്, അൽ ജന്ന സ്വർഗം, അനമുൻ ആട്, കൽബുൻ ഹൃദയം, ഫക്കീറുൻ ദരിദ്രൻ. കാറൂൻ മൂസ അലൈഹിസലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ പണക്കാരൻ. മൂസ അലൈഹിസലാം ഊലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ് സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്കു വേണം? ഈ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു, ആ സന്ദർഭം. ഒരു ദിവസം സാഹിർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി തന്റെ ചരക്കുകൾ പാതവക്കിൽ നിരത്തിവെച്ച് വിൽപ്പന ആരംഭിച്ചു. വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ വന്ന കാര്യമറിഞ്ഞ് അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ ചെന്ന് കണ്ണു പൊത്തി. അയാൾ കുതറിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിവിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിർ റളിയല്ലാഹു അൻഹുവിനോട് തമാശയായി പറഞ്ഞതാണിത്. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബു ഫിക്ര പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അതിനെ കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു. ചെറുപ്പകാലത്തെ ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു. വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു. സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു. മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.